ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളും ജീവനുതുക ജീവദായക ജീവനുതുക ജീവദായക ജീവദാനമായി എരിഞ്ഞു തീരുവാൻ ജീവദാനമായി എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ ഹല്ലേലൂയ ഗീതം പാടാൻ ഉരുക്കിടണേ കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ ഹല്ലേലൂയ ഗീതം പാടാൻ ഉരുക്കിടണേ ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനുതുക ജീവനായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം പാപം നീതി ന്യായ വിധി ബോധമേകുവാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നു രാവിയേ പാപം നീതി ന്യായ വിധി ബോധമേകുവാൻ ഈ ശാപഭൂവിൽ പെന്തക്കോസ്തിൽ വന്നു രാവിയേ ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ഇരിക്കുന്നുവെന്ന് നീ തിരിച്ചറിഞ്ഞാൽ തന്നെ നിനക്ക് അവിടെ വെച്ച് വിടുതലും സൗഖ്യവും ഉണ്ടാവും. പ്രാർത്ഥിക്കണമെന്ന് പോലില്ല. ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ആണ് ഞാനിവിടെ സാന്നിധ്യം നൽകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലയത്തിലാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാവും. കാര്യം അനുഭവം ഒക്കെ ഉണ്ടാകുന്നത് അറിവിൽ നിന്നാണ്. അറിവിൻ്റെ ഏറ്റവും നിലവാരമുള്ള അറിവ് തിരിച്ചറിവാണ്.
ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് ആത്മാഭിഷേകത്തോടെ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇപ്പം ഞാനെന്തുകൊണ്ടാണ് ഈ സൂസൻ ഡിസിൽവായെ അവതരിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരിലൂടെ ഉണ്ടാകുന്ന ഒരു സൈലൻറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്കത് വളരെ ടഞ്ചിബിളായിട്ട് മനസ്സിലാകും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടുള്ളതെന്ന് അറിയത്തില്ല, പക്ഷേ അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാര്യം അല്ലെങ്കിൽ കർത്താവ് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ലോകാരൂപിയിലോ മനുഷ്യാരൂപിയിലാണ് നയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 78% ദാറ്റ് മീൻസ് ബ്രിമ്മിൽ നിൽക്കുകയാണ്. അതായത് ലിവർ സിറോസിൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്ന ഒരാൾ, അവർ അതിനുവേണ്ടിയാണ് ചികിത്സയ്ക്ക് വേണ്ടി വന്നത്, അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. പക്ഷെ മറ്റുള്ള അപ്പൻ്റെയും അമ്മയുടെയും അമ്മായിയമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ, അനിയത്തിൻ്റെയും കാര്യം ഓർത്തപ്പോൾ ഇത് വിട്ടുപോയതാണ് ശരിക്കും. പക്ഷേ അത് ക്ലാസ്സിൽ ചെന്നപ്പോൾ അത് ഓർത്ത് വീണ്ടും അവരെ ഓർത്തപ്പോൾ അവർക്ക് അത് വെട്ടാൻ തോന്നണില്ല. വെട്ടാൻ തോന്നണ മുമ്പ് ഈശോയോട് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ചോദിക്കാമെന്ന് വിചാരിച്ചതാണ് പരിശുദ്ധാത്മാവിൽ അവരിലുണ്ടെന്നതും രക്ഷയുടെ ദിനത്തിനായി അവരെ മുദ്രപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണത്. ഇതേ ഒരു സ്റ്റാൻഡേർഡിലേക്ക് സ്റ്റാറ്റസിലേക്കും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി സ്തുതിക്കേണ്ട. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലൂടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവർ ഇത് എഴുതാതെ തന്നെ മനസ്സുകൊണ്ട് ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് സഹോദര സ്നേഹത്തോടെ ഉടമ്പടി ചെയ്തിട്ട് അവർ തിരിച്ചു പോകും. തിരിച്ചു പോകുന്നത് ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലേക്കാണ് തിരിച്ചു പോകുന്നത്. ആ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ അവർ തിരിച്ചു ചെന്നിട്ട് അവരവിടെ സ്കാനിങ്ങും ടെസ്റ്റിങ്ങും ലാബും ഒന്നുമില്ല, നാച്ചുറോപ്പതിയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവർ ഡോക്ടറിനോട് പറയും, ഡോക്ടറെ എൻ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം, ടെസ്റ്റ് ചെയ്യണം. കാര്യം ഇവിടെ നിന്ന് ഞാൻ ചികിത്സ എടുത്താലും ഇത് കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് ഉണ്ടായെന്ന് ഞാൻ അറിയണമല്ലോ എനിക്ക്. അപ്പോൾ ഇവർ ഉടമ്പടി എടുത്തിരിക്കണത് എന്നാണ്? ജനുവരി 19. ഇവർ മെഡിക്കൽ ഇവർ നാച്ചുറോപ്പതി ചെന്നിരിക്കണത് എന്നാണ് ജനുവരി 23. അപ്പോൾ ഡോക്ടറിനോട് പറയാം അവർ എൻ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് എടുക്കണം. കാര്യം ഞാനിവിടെ 2 ആഴ്ചത്തെ ചികിത്സ കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് എന്ത് ഡിഫറൻസ് ഉണ്ടായെന്ന് എനിക്കറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓക്കെ യു ടേക്ക് എന്ന് പറയും. ഉടനെ അവർ എടുക്കുമ്പോൾ അവർ കാണുന്നൊരു ഞെട്ടിപ്പിക്കുന്ന സത്യമുണ്ട്. എന്താണ് കാര്യം? 78% ഉണ്ട് ലിവർ സിറോസിസ്, അത് 0 ആയിരിക്കണം. കൈ ഇടിച്ച് കിടത്താൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അവിടുത്തെ സ്നേഹത്തിൽ സാക്ഷ്യം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 19-ആം തീയതി ഒരു ഉടമ്പടി എടുത്തിരിക്കുന്നു. ഇവരെപ്പോഴാണ് ലാബ് ടെസ്റ്റ് ചെയ്യണത്? 19-ആം തീയതി വരെ ഉണ്ടാകുന്ന ഇവരുടെ മെഡിക്കൽ ടെസ്റ്റ് 78 പോയിൻ്റാണ്, 78% ലിവറിൽ കൊഴുപ്പ്. ഇവർ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ആവശ്യം പോലെ നൽകുന്നതാണ്. അതാണ് സംഭവം. കാര്യം ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് 4 ദിവസം 23 ആയപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണത്. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഇത് നോർമലായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി 4 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യണത്. ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് അമ്മ ആദ്യം പറഞ്ഞത് 2016 ഉടമ്പടി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഉടനടി പരിഹാരമെന്നാണ്.
അപ്പോൾ എന്നോട് സഭയുടെ അധികാരികളെ പറ്റിയപ്പോൾ ഞാൻ ഉടമ്പടി പരിഹാരം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകും, ജനങ്ങൾ ഇതിലെങ്കിൽ ചാടി ഇതിനകത്ത് വീഴും, അപ്പോൾ ചില ആൾക്കാരെ കിട്ടിയില്ലേ പിന്നെ അത് പ്രോബ്ലം ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയുടെ അധികാരികൾ എന്നോട് കറക്റ്റ് ചെയ്ത് ഉടനെ അവരുടെ ഞാൻ ഹെഡിങ് ചേഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞത് ഉടനടി പരിഹാരം തന്നെയാണ്. പക്ഷേ ഉടനടി പരിഹാരം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ പരിഹാരം. ലോകാരൂപിയ ദുഷ്ടാരൂപിയാണ് നിലയിലുള്ളതെന്നുണ്ടെങ്കിലാണ് ഇത് സമയമെടുക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ സമയമെടുക്കുന്നത് നിൻ്റെ കുഴപ്പമാണ്. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറയണത് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഫലം സ്നേഹമാണ് അല്ലേ? അത് ഉറക്കല്ലേ? കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഇപ്പോൾ ഗലാത്യർ 5:22 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഗലാത്യ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? ഒന്നാമത്തെ എന്താണ്? സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ സഹോദര സ്നേഹമാണ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ അനിയത്തിക്ക് വീടില്ലാത്ത കാര്യം വെച്ചിട്ട് സ്വന്തം ഫാറ്റ് ലിവർ മാറ്റിയിരിക്കുന്നത്, അതാണ് വിഷയം. അതാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. ഈ സാധനം കൃപാസനത്തിൽ വെച്ച് തന്നെ സ്നേഹം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നം തീർന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം എന്താണ്? സ്നേഹമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ അച്ഛൻ്റെ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ സ്മാർട്ട് ഫോണില്ലേ, ടച്ച് സ്ക്രീൻ്റെ സ്മാർട്ട് ഫോൺ നമ്മൾ അത് ഓഫായിട്ടിരുന്നിട്ട് പിന്നീട് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി കാണിക്കണത് എന്താ? ടച്ച് സ്ക്രീൻ്റെ സ്മാർട്ട് ഫോൺ ഓഫായിരുന്നിട്ട് പിന്നെ നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം എഴുതി കാണിക്കണത് എന്താണ്? ആൻഡ്രോയിഡ് എന്നല്ലേ പറഞ്ഞത്? എന്താ പറയണത്? ഇത് പവേഡ് ബൈ ആൻഡ്രോയിഡ്, സെക്യൂർഡ് ബൈ നോക്സ്. രണ്ട് സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് പവർ ചെയ്യണതെന്നാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? ഉടമ്പടി, മരിയൻ ഉടമ്പടി പവേഡ് ബൈ എന്താണ്? അതറിയണം ആദ്യം. മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അത് പവേഡ് ചെയ്യും. ഇപ്പോൾ അവർക്ക് പവറായല്ല, അത് പവേഡ് ബൈ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലാണ് ഇത് പവറാകണത്. രണ്ട് രീതിയിൽ മരിയൻ ഉടമ്പടി പവേഡാവും. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. രണ്ടും ശരിയാണ്. മരിയൻ കവനൻറ്റ് ഈസ് പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഇത് പവറാകും, പെട്ടെന്ന് പവറാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഇടിച്ചു തല്ലി പോയി നോക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എന്തൊക്കെയാണ് ഫലങ്ങൾ? ഒന്ന് വായിച്ചേ ആത്മാവിന്റെ ഫലങ്ങൾ, അതായത് ഗലാത്യർ 5:22 ഒന്ന് പറഞ്ഞ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പറയണത്. ഗലാത്യ സഭയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലിക സഭയാണ് ഗലാത്യ സഭ. അവിടെ ഒരു ഇപ്പം സഭയിൽ 120 കോടിയോളം ആൾക്കാരുണ്ട് ഈ കത്തോലിക്ക സഭയിൽ മാത്രം. അതൊരു 30 കോടിയാന്ന് പറയും. ഈ 130 കോടി ആൾക്കാർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അറിയാമെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ബബ്ബ ജപജപെന്ന് കടിക്കും. അതാണ് പ്രശ്നം, അതാണ് പ്രോബ്ലം. അത് പ്രോബ്ലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആദിമസഭയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇതാണ് വിഷയം. ഇന്ന് എത്ര ശതമാനം പേർക്ക് അറിയാം? ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവർക്ക് വരെ കമ്മിയായിട്ടും കട്ടിയായിട്ടും അറിയാൻ പാടുള്ളൂ. ഇവിടെയാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സാർവത്രിക സഭ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സഭയെക്കുറിച്ച് അറിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ, സഭയുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാനൊക്കെ ചെയ്യണത് എന്താ? പബ്ലിക് എഡ്യൂക്കേഷനാണ്, സഭയുടെ പൊതുവിദ്യാഭ്യാസമാണ് ചെയ്യണത്. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യണത്? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണതാണ്. വേറെ ഇതിൻ്റെ അകത്ത് യാതൊരു മോട്ടോയില്ലെന്ന് ദൈവത്തിന് അറിയാം. കാര്യം ഇതിൻ്റെ വളർച്ച കാണാൻ നമുക്കറിയാം. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ വളർച്ചയല്ല ഇത് വളർന്നു കൂട്ടണത്. ഞങ്ങളുടെ അധ്വാനം വളരെ ഒരു 15% 20% അധ്വാനം ഞങ്ങൾക്ക് ആപത്തുള്ളൂ. ഞാൻ തന്നെ ഇടവക അച്ഛനായിരുന്നിട്ട് ഇടവക ജോലിയല്ല, 800 വീട്ടുകാർ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇടവക വികാരിയായിട്ട്. എൻ്റെ അസിസ്റ്റൻ്റ് പോലും എനിക്കില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിന് ഇവിടെ തുടങ്ങിയത്. അതാണ് പ്രശ്നം. എൻ്റെ വെച്ചാൽ ഇത്രയും ഉത്തരവാദിത്തത്തിൽ നിന്നിട്ട് ഞാൻ 24 കിലോമീറ്ററിന് അകലെ വന്നിട്ട് ഇവിടെ തുടങ്ങിയ സംഭവമാണിത്. ആ കാലങ്ങളിലെല്ലാം ഞാൻ ഒത്തിരിയേറെ ടെൻഷനും പ്രഷറും അടിച്ച് അമ്പലപ്പുഴ വെച്ച് എനിക്ക് പ്രഷർ കൂടി അവസാനം ക്രിയാറ്റിനായിട്ട് ചേഞ്ച് ചെയ്ത്. കാര്യം അതും കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ വിഷമിക്കുമായിരുന്നു. അവിടെ മരണവും കല്യാണവും ക്ലാസ്സൊക്കെ വരുമ്പോൾ ഇവിടെയും ആരാധനയും മരിയൻ തപസ്സും രാത്രിയൊക്കെ ഞാൻ ഇവിടുന്ന് 3 മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരെയും കാണും. മരിയൻ തപസ് കൂടുന്ന ആൾക്കാരെ 11 മണിക്കാണ് ദിനം തീരണത്.
11 തൊട്ട് വെളുപ്പിന് 3 മണി ഇരുന്നുകൊണ്ട് ഇതെവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരെയും കാണും. കാര്യം എനിക്ക് 5-6 മണിക്കവിടെ കുർബാനമുണ്ട്. പിന്നെ ഞാൻ അവിടെ ഉടനെ ഇവിടുന്ന് പോയി ബുദ്ധിയും ബോധവും ഇല്ലാതെ ഉറങ്ങാതെയും പോയി. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഉണ്ട്, ശരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സത്യമേ ഉള്ളൂ. എന്താ കാര്യം? കർത്താവിനെ അറിയാത്തവർ അറിയണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. ദൈവമായിരിക്കണം നിൻ്റെ ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ഉടമ്പടി ഇന്ന് കത്തും. കൈയിട്ടിച്ച് കർത്താവിനെ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയിലൂടെ. അപ്പോൾ ഉടമ്പടി ഫയറാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവസ്നേഹമാണ്. അതാണ് ഇത് പരിശുദ്ധ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റിലും കറക്റ്റാണ്. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആനന്ദം, ആത്മസംയമനം, എല്ലാം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. ഇതിലാണിത് ഉടമ്പടി ഒരു സെക്ഷൻ, ഒരു സോഫ്റ്റ്വെയർ. അതാണ് ഉടമ്പടി ഫയർ ആകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സും ജീവിതവും ടോൺ ചെയ്താൽ ഉടമ്പടി പെട്ടെന്ന് ഫയർ ആകും. കാര്യം അതിലാണിത് പവർ ചെയ്തിരിക്കുന്നത്. ഇനി മരിയ സ്പിരിച്വാലിറ്റിയിൽ ഇത് ഫയർ ആകും പെട്ടെന്ന്. മരിയ സ്പിരിച്വാലിറ്റിയിലും തുടങ്ങണ ദൈവസ്നേഹത്തിൽ നിന്നാണ് തുടങ്ങണത്. ഇപ്പോൾ ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് മിനിമം ദൈവസ്നേഹത്തിലാണ് ഈ സംഭവം ചെയ്യേണ്ടത്. ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ദൈവത്തെ എല്ലാവരെയും അറിയിക്കണം, ദൈവത്തിനെ അറിയാൻ പാലാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അവർക്ക് സാക്ഷ്യപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, അങ്ങനെ സാക്ഷിയാകണം. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി കത്താത്തത് എന്താണ്? അവർ ഇതിൻ്റെ അകത്ത് വന്ന് തന്നെ ശപിക്കപ്പെട്ടവരായി മാറുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ആത്മാവിനോട് വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇതിൽ വന്ന് ശപിക്കപ്പെട്ടവരായി മാറുന്നുവെന്ന്. എന്താ കാര്യം? അവരിവിടെ വരുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം പറയരുതെന്ന്. അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുതെന്ന്. ഇപ്പം ചില കള്ളസാക്ഷികളില്ലേ, കള്ളസാക്ഷികൾ എന്തെല്ലാം പറഞ്ഞാൽ ഹെറോദോസില്ലേ, ഹെറോദോസ് എന്താ പറഞ്ഞത്? ഹെറോദോസിൻ്റെ മുമ്പിൽ അതായത് ഇതുപോലെ ഒരു കാര്യവും അവർ പറയരുത് അങ്ങോട്ട് തീരുമാനിക്കും. പറയരുത്, സാക്ഷ്യം പറയരുത്, പറഞ്ഞാൽ നാണക്കേടാണ്, മറ്റുള്ളവരറിയും, ഞങ്ങളുടെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും, അപ്പോൾ ഞങ്ങൾ പണ്ട് അങ്ങനെയാണെന്ന് അവർ ധരിക്കും, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് സാക്ഷ്യം പറയരുതെന്ന് ധരിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ചുകൊണ്ട് അകത്ത് കയറും. മിക്കവാറും അവിടെ ആത്മാവിന് വരെ പ്രശ്നമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. കാര്യം നിങ്ങൾ എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു പിടിയുമില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്നതാണ്, പക്ഷേ ദൈവത്തിന് ആദ്യം ഒതുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തിനിട്ട് ആദ്യം തന്നെ പണിയാവെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതല്ലേ? അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുത്. ദൈവത്തെ മരിയ സ്പിരിച്വാലിറ്റിയുടെ എന്താണ് ഇത്? പവേഡ് ബൈ മരിയൻ കവനന്റ്, പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ മരിയ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ഘടകം എന്താണ്? ലൂക്ക 1:46 അമ്മയുടെ സ്വസ്ത്രഗീതമാണ്. വായിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:46. അതായത് നമ്മളിപ്പോൾ എന്താ പറയണത്? മരിയൻ കവനന്റ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി. മരിയ സ്പിരിച്വാലിറ്റിയുടെ ഒന്നാമത്തെ ഘടകം മരിയൻ ആത്മീയതയുടെ ഒന്നാമത്തെ ഘടകം എന്താണ്? സ്വസ്ത്രഗീതത്തിൻ്റെ ഒന്നാമത്തെ വാക്കാണ് ലൂക്ക 1:46. റീഡ് ഇറ്റ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് പറഞ്ഞേ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സംഭവം. സ്നേഹം, ആനന്ദം. ഞാൻ പറഞ്ഞില്ലേ, മരിയൻ കവനന്റ് പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ലേ. മരിയൻ കവനന്റ് ഫയർ ആകുന്നത് ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് ഗലാത്യർ 5:22. അതിനകത്ത് എന്താ? ഒന്നാമത്തത് സ്നേഹം, രണ്ടാമത്തെ എന്താണ്? ആനന്ദം. അത് തന്നെയല്ലേ ഇത്? അത് തന്നെയല്ലേ മരിയ സ്പിരിച്വാലിറ്റി വരണത്, മരിയ സ്വസ്ത്രഗീതത്തിൽ വരണത്. മരിയ സ്വസ്ത്രഗീതത്തിൽ എന്താ? ഒന്നാമത്തെ എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പിന്നെന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ സ്നേഹവുമായി ആനന്ദവുമായി രണ്ട് സെയിമാണ്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമ്മ മരിയ സ്വസ്ത്രഗീതം ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് അമ്മ ഇത് പറയണത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് അമ്മ മറിയത്തിൻ്റെ സ്വസ്ത്രഗീതം പറയണത്. അപ്പം അമ്മ പറയണതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരും. ഒന്നാമത്തെ ഫലം എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളിവിടെ ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് എന്താണ്? എന്നെക്കൊണ്ട് കർത്താവിന് ഞാൻ മഹത്വപ്പെടുത്തും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഒരാൾ വോട്ട് ചെയ്യണില്ലെന്ന് വിചാരിച്ചോ, അതെന്താവും? അസാധുവാകും, വോട്ട് ചെയ്യണില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മഹത്വപ്പെടുത്താതിരുന്നാൽ അതിന് എതിർ പാർട്ടിക്ക് ആ വോട്ട് വരും. പിടികിട്ടിയോ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, എൻ്റെ നാട്ടുകാരറിയും വീട്ടുകാരറിയും മക്കളറിയും എന്നെ കളിയാക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഉൾവരികയാണെങ്കിൽ നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുകയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് ആർക്ക് കിട്ടി? മഹത്വം ആർക്ക് കിട്ടും? മഹത്വം അസാധുവാകത്തില്ല, മഹത്വം പിശാചിന് കിട്ടും. അതാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ മഹത്വപ്പെടുന്ന പോരായ്മയെ കരുതിയതിനാൽ പിന്നെന്താ പറ്റണത്? ആത്മവികാരങ്ങൾ ഏൽപ്പിക്കുക, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നതെന്നും. അതല്ലല്ലോ റോമ 1:9-29 വായിച്ച് സ്തുതിക്കട്ടെ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചെന്ന് അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയാൽ ഉള്ള കുഴപ്പം എന്താണ്? അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. പിന്നെ ദൈവത്തിൻ്റെ അടുത്തൊരു കിട്ടുന്നില്ലെങ്കിൽ ഈ സാധനത്തെ വിട്ടുകൊടുക്കും. അത് പണ്ടുപോലെയുള്ള പരിപാടിയാണത്. വെറുതെ വന്നെന്തിനാണ് പണി മേടിക്കണത്? അതിനെ ഞാൻ ചോദിക്കണത്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിലൊക്കെ പറയും, ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് കേട്ടോ, വീട്ടിലിരിക്കാൻ പറ്റില്ല ചോദിക്കും. ഉള്ള വണ്ടിക്കാശങ്ങളിൽ ലാഭമാണല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സത്യദൈവത്തെ കാണാം. ചുമ്മാ കണ്ടെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ സിനിമ കണ്ടടിച്ചും തിട്ടിക്കരിങ്കിൽ ഇറങ്ങിപ്പോണ പോലെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടത് സാക്ഷ്യം വഹിക്കണം. കണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നേ ശ്രദ്ധിക്കട്ടെ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. കൈയടിച്ച് കർത്താവേ ദൈവകാരുണ്യത്തിന് 1:2 എന്താണ്? ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷികളാണ്. കാണുന്നവരെന്തിനുള്ളതാണ്? സാക്ഷികളാകാനുള്ളതാണ്. മനസ്സിലായില്ലേ? കാണുന്നത് അടയാളം കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് സംഭവം എന്താണ്? സാക്ഷികളാണ്. അപ്പോൾ സാക്ഷികളാകാൻ അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യപത്രം ഇറക്കിയിരിക്കുന്നത്. സാക്ഷ്യപത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ നാല് അവർ ബാംഗ്ലൂർകാരത്തിയാണ്, അവർ പറഞ്ഞ് 4 കൺട്രി ഉണ്ട്, UK ഉണ്ട്, കാനഡ ഉണ്ട്, പിന്നെ ഒരു 2-3 കൺട്രി അവർ പറഞ്ഞു, ഓസ്ട്രേലിയ ഒക്കെ. ഞാൻ ഇവിടെ പോകണം അച്ഛാന്ന് പറഞ്ഞു. അപ്പം 4 കൺട്രി ഉണ്ട്, ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. ഉടനെ അവളെ പേപ്പർ എടുത്ത് കാണിച്ചു. അവിടെ നീല ഉടമ്പടിയാണ്, സാക്ഷ്യമുണ്ട്, സാക്ഷ്യം പറഞ്ഞ പേപ്പർ കയ്യിലുണ്ട്. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവളോട്. ഉടനെ സമയം ഇവിടെ 40 പേര് നിൽപ്പുണ്ടായിരുന്നു. ആ 40 പേര് നിർത്തിക്കൊണ്ട് ഞാൻ അവൾക്ക് മെസ്സേജ് എടുത്ത് കൊടുത്തു. 1 2 കാര്യം അവളുടെ സാക്ഷ്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചു എന്നാണ്. ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ രൂപതയുടെ ചില അധികാരികൾ വന്ന്
എന്നോട് ഒത്തിരിയേറെ കാര്യങ്ങൾ അവരിതിനെക്കുറിച്ച് പറയുകയും അഭിമന്യ പിതാവ് വളരെ സ്നേഹത്തോടെയും വളരെ വാത്സല്യത്തോടെയാണ് കൃപാസനത്തെ നോക്കിക്കാണുന്നതും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും രൂപതയും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞു തിരുവനന്തപുരത്തെ കമ്മീഷൻ മാതാവിൻ്റെ പ്രത്യക്ഷനോട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു കമ്മീഷനാണ്. രൂപതയിൽ നിലനിൽക്കുന്ന മറ്റ് വിഷയങ്ങൾക്കുള്ളൊരു കമ്മീഷൻ. അപ്പോൾ കമ്മീഷനിൽ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, ബാക്കി ആ അച്ഛൻ വളരെ നല്ല സൗമ്യനായൊരു മനുഷ്യനും വളരെ നിലവാരമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇത് പ്രെയർ നീഡ് ബേസ് അല്ലേ, ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഈ പ്രെയർ പോണത്, അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഞാൻ റാഷണൽ ക്വസ്റ്റ്യൻ, ബുദ്ധിപരമായ ക്വസ്റ്റ്യനാണ്, നീഡ് ബേസാണ്. അപ്പം ഞാൻ പറഞ്ഞു വി ആർ ഫോളോയിങ് അപ്പോസ്റ്റലിക് ചേർച്ച് ആൻഡ് സ്പിരിച്വാലിറ്റി. പോസിറ്റീവ് സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഘടകം എന്താണ്? 16:20 കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് ഞാൻ ആ അച്ഛനോട് പറഞ്ഞത്. അതിപ്പോൾ നിങ്ങളോടും പറയുന്നു. ഉടമ്പടി അടയാളങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവ് നിങ്ങളുടെ ഉടമ്പടി അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ്. അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകണതും അനുഭവിക്കാൻ യോഗ്യമുണ്ടാകണതും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ തന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആശ്രമ സ്പിരിച്വാലിറ്റി ശക്തി പ്രാപിച്ചായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നോൻപ് കാലത്ത് പറയുന്നത്. എന്താണ്? മിതഭോജനം. എന്താണ്? കൊതിക്ക് മിതഭോജനം എന്നല്ലേ പറയണത്. അപ്പോൾ അത് ആശ്രമ സ്പിരിച്വാലിറ്റി എന്ന് വന്ന സംഭവമാണ്. കൊതിക്ക് എങ്ങനെ മിതഭോജനം ഉണ്ടാണ്? കൊതി എന്തുമാത്രം ആൾക്കാർക്ക്, ഭക്ഷണത്തിന് മാത്രം ആൾക്കാർക്ക് കൊതിയുള്ള, അതൊക്കെ എന്തോ പറഞ്ഞ് കാലഹരണപ്പെട്ടതാണ്. മനുഷ്യനിപ്പോൾ കാറിനും വീടിനും അല്ലേ കൊതി അല്ലേ? എത്രയോ വീടാണ് കുഴിമാടം പോലെ കിടക്കണം. ആരും നാട്ടിലില്ലല്ല. ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയി അവർ പോയിരിക്കുകയല്ലേ. എന്തിനാണ് ആ വീട് വെച്ചത് അവർ? ആ വീട് വെച്ച കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ ആ അയൽവാസികളുടെ ഇടയിൽ ഒരു വില ഉണ്ടാകാനാണ്. ഈ മക്കളൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാവരും യൂറോപ്പിൽ വിടുന്നത് എന്താണ്? ഫസ്റ്റ് സംഭവം വീട് വെക്കാൻ തന്നെയല്ലേ? അതാണ് സംഭവം. കുറച്ച് കടം മാറാനും പിന്നെ അടുത്ത പരിപാടി എന്താണ്? വീട് വെപ്പ്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാർ മേടിക്കൽ. ഇതിൻ്റെ അകത്ത് മലയാളിക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മിനിമം സ്വപ്നത്തിലായി സാധനം വർക്കൗട്ട് ചെയ്ത് പോണത്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്ന കാരണം നാളെ കാലങ്ങളിൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കാരണം ആരുമില്ല. അപ്പനും അമ്മയും വീട് വെച്ച അപ്പനും അമ്മയും ഉൾപ്പെടെ ഈ രാജ്യത്തില്ല. അതെല്ലാം വെറുതെ കിടക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒരു ക്യാമറ കണ്ടുപിടിച്ച കാരണം വലിയ അനുഗ്രഹമാണ്. 9 മീറ്ററും മതിലും കെട്ടി ക്യാമറയും വെച്ചിരിക്കുകയല്ലേ. അതിൻ്റെ അകത്ത് പൂച്ച കയറിയാലും അവർ അമേരിക്ക ആയിരുന്നു, കാനഡ ആയിരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പൂച്ച കയറിയതെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അല്ല, ഈ പൂച്ച ഇവിടുന്ന് വന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരിക്കും. മലയാളത്തിൽ വീട് വെച്ചിട്ട് ഇംഗ്ലീഷിൽ പൂച്ച വന്ന കാര്യം ചോദിച്ചു. വല്ല കഥയുണ്ടാ? ഇങ്ങനെ പൊട്ടന്മാരുടെ ഒരു ലോകമായിട്ട് ഇങ്ങനെ മാറുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇത്രയും ഇപ്പോൾ 50 ലക്ഷത്തിനൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണത്. ഇപ്പോൾ ഈ ആൾക്കാർ ജപ്തിയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ. ഇപ്പം ചിലരോട് എനിക്ക് സംശയം തോന്നും, ഈ ജപ്തി എങ്ങനെ വന്നതാണ്? എന്തിന് മേടിച്ചതാണ്? ഇത് വീട് വെക്കാൻ മേടിച്ചതാണ്. എത്ര ലക്ഷം എടുത്ത്? 50 ലക്ഷം എടുത്ത്. 50 ലക്ഷത്തിൽ എന്ത് സംഭവിച്ച്? 50 ലക്ഷത്തിന് എടുത്തിട്ട് പിന്നെ എന്ത് കടം വന്നത്? അത് അപ്പോഴ് ഭർത്താവിനും മകനും ജോലി ഉണ്ടായിരുന്നു. പിന്നെയാണ് കൊറോണ വന്നത്. അപ്പോൾ ജോലി പോയി, അപ്പോൾ കടമായി. ഇപ്പോൾ അത് വിൽക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ അർത്ഥമ വികാരങ്ങൾ കേൾപ്പിച്ച് കൊടുക്കുന്ന സാധനമില്ലേ, അതാണ് ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം ആ സംഭവം ചെയ്യിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തെ അറിയാൻ കൊറോണ വരുമെന്നും ലോകം മുഴുവൻ അടച്ചിടുമെന്നും നിങ്ങൾക്കറിയത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് ദൈവത്തെ കക്ഷി ഇറക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നതല്ല. ഈ 50 ലക്ഷത്തിന് വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 80 ലക്ഷം പലിശ ഉൾപ്പെടെ ആക്കിയിരിക്കുന്ന ആൾക്കാരെ വീട് വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു കൊറോണ വരുമെന്ന്. ഇവർക്കറിയാൻ പാടില്ലായിരുന്നു കൊറോണ വരുമെന്ന്. അതുകൊണ്ട് അവരെന്നാ ചെയ്ത് വലിയ പലിശക്ക് വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പം വീട് പലിശ കൂടി വീട് ഇവരെ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലായി. അതെന്താ പ്രശ്നം? പണ്ട് വീട്ടിലാണ് നമ്മൾ കിടന്നത്. ഇപ്പോൾ വീടിപ്പം നമ്മുടെ പുറത്ത് കിടക്കുക. ഇത് ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് നമ്മുടെ പുറത്ത് കിടക്കത്തില്ലേ? ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് ഇപ്പോൾ തുർക്കിയിൽ എത്രയോ ആൾക്കാരുടെ മെത്താൻ വീട് കിടക്കണത്. അതുപോലെ തന്നെയാണ് ഈ മലയാളത്തിലും കിടക്കണത്. ഒത്തിരി പേരുടെ പുറത്ത് വീട് കിടക്കുകയാണ്, ലോൺ എടുത്തതാണേ. ഇതാണ് റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതി. ദൈവത്തെ ഭയപ്പെട്ടില്ല. അയൽവാസിയുടെ മുമ്പിൽ ആൾ കളിക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇനി നിങ്ങളിപ്പോൾ വേറൊരു കാര്യം അറിയാമല്ലോ, ഈ വീടെല്ലാം വെപ്പിച്ചിരിക്കുന്നത് ആരാ? ഒന്നെങ്കിൽ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ ആണ് വീട് വെപ്പിച്ചിരിക്കുന്നത്.
ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പപ്പുനെപ്പോലെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനും കൂടെ പോയി എവിടെയെങ്കിലും പോയി. ഇന്നൊരു സാക്ഷ്യം ഞാൻ കേട്ടു, ഒരു വീട് വെക്കാൻ നിവൃത്തിയില്ല. അപ്പം തന്നെ മകൻ വന്ന്, അമ്മേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന്. എന്താണ്? ഞാൻ ലോൺ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോൺ ശരിയാക്കണമെന്ന് പറയുമ്പോൾ ഇനി അവൻ്റെ പേരിൽ ആ വസ്തു, ഈ അമ്മ പൊട്ടിയല്ല, അവൻ്റെ പേരിൽ വസ്തു എഴുതി കൊടുക്കണമേ. അതാണ് വിഷയമേ. ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ അവൻ ശരിയാക്കിയെന്നല്ല പറയേണ്ടത്, അവരെല്ലാം ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണത്. എവിടുത്തെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പലിശ എടുക്കുന്ന ചിട്ടി കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്നാണ് പറയണത്. അപ്പോൾ അമ്മ വിചാരിക്കും നല്ല കാര്യം, ലോൺ ശരിയാക്കിയില്ല. അപ്പോൾ ഈ ലോൺ ശരിയാക്കുമ്പോൾ എന്ത്, ഈ ചിട്ടിക്കമ്പനിയുടെ പേരൊന്നും പറയണില്ല, അവരുടെ കേസ് കൊടുക്കും എനിക്കെതിരെ. ചിട്ടിക്കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ തന്നെ ഇനി ന്യൂട്രലായിട്ട് അടുത്ത സെക്ഷൻ എന്താണ്, ഇവൻ്റെ പേരിൽ വീട് സ്ഥലം എഴുതി കൊടുക്കണം. കുഴപ്പമില്ല. അധമ വികാരം എന്നെ കണ്ടില്ലേ, വേറെ 3-4 പേരുണ്ടേ. ചേച്ചിനെ ആ കെട്ടിച്ചൂടെ മക്കൾക്ക് പച്ചത് കൊടുത്തിട്ടില്ല. കെട്ടിച്ചൂടെ മക്കളെ സ്വലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്, അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് അപ്പനും അമ്മയും ഇന്നലെ നാളെ ഇത് വിറ്റ് കൊടുക്കുമെന്ന് ഇവനെ അറിയാം. അതുകൊണ്ടാണ് ഇവൻ ലോൺ ശരിയാക്കിയത്. ഇവൻ ശരിയാക്കിയത് ലോണല്ല, കെട്ടിച്ചൂട്ട പെങ്ങന്മാരാണ് ശരിയാക്കിയിരിക്കുന്നത്. അത് ഈ പാവപ്പെട്ട അമ്മക്കറിയാമോ? ഇതാണ് കളി, അധമ വികാരം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സഹോദരങ്ങളെ ചതിച്ചത് കൊണ്ട്, ഇപ്പോൾ സഹോദരങ്ങളെ ഓർത്തിട്ടൊരു പെണ്ണിനെ, ഒരു സഹോദരിയെ ദൈവം രക്ഷിച്ചു കണ്ടില്ലേ, ഇത് സഹോദരങ്ങളെ ചതിക്കുകയാണ് ചെയ്യണത്. സഹോദരനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പകളെ കണ്ടുപിടിച്ചിട്ട് ന്യൂട്രലായിട്ട് അപ്പനെയും അമ്മയും, ബുദ്ധിയില്ലാത്ത അപ്പനെയും അമ്മയും അകപ്പെടുത്തിയിട്ട് ഇവൻ വസ്തു സ്വന്തമാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇളയ മകനോ മൂത്ത മകനോ ഇത്രയും ഈ വസ്തുവിൻ്റെ മേൽ ഇത്രയും വലിയ ഹ്യൂജ് ലോൺ എടുക്കണത്? എന്തിനാണ്? അവന് കല്യാണം കഴിക്കാനാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. 3 നിലയ്ക്കാണ് വെച്ചിരിക്കണത്. ഇപ്പം നമ്മുടെ അംബാനിയുടെയൊക്കെ വീട് പോലെ ചില വീടുകളിലൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന രീതിയാണ് ചെയ്തിരിക്കണത്. എങ്ങനെ ഇവിടുന്ന് പോകുമല്ല. അപ്പോൾ ഇവിടെ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇറങ്ങുന്നതിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തന്നെ വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീട് വെച്ചിരിക്കണത്. അത്രയും കരുതിക്കൂട്ടി അധമവികാരം തന്നെ വരെ കണ്ടില്ലേ. റോമ 10:9 ചില വീടിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളായിരിക്കണത്. ഇതാര് വെപ്പിച്ചതാ? ആ മൂത്ത മകനോ ഇളയ മകനോ. എന്താ അവൻ്റെ പ്രശ്നം? കല്യാണം കഴിക്കണം. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളുള്ള വീട് കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോണ പെണ്ണെടുക്കുന്ന സ്ത്രീധനം അടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. അതാണ് വിഷയം. അതുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള ലോകാരൂപികളിലാണ് ഈ ഉദ്ദേശമെങ്കിൽ ഈ വെള്ളം വാങ്ങി വെക്കേണ്ടി വരും. കാര്യം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. എന്താണ്? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കണത്? കണ്ടവൻ്റെ പെമ്മക്കളുടെ സ്ത്രീധന പെമ്മക്കളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് സ്ത്രീധനം അടിക്കാൻ വേണ്ടി നീ നിൻ്റെ വീട് സ്വന്തം പേര് എഴുതി മേടിച്ചിട്ട് വലിയ പലിശക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. അതാണ് പ്രശ്നം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വചനം പറയണത്, എന്താണ്? ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒരു പാട്ടില്ലേ, ശ്രദ്ധിക്കട്ടെ. ദൈവത്തെ മറന്ന് കുഞ്ഞെ ഈശോ 1 ലൂക്ക 9:54 പറയുന്ന പോലെ അരൂപി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അത് അസാധുവായി പോകത്തില്ല. മറിച്ച് എന്താണ്? അത് ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടും. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ജപ്തിയും വല്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജപ്തിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ചില ജപ്തിക്കാരെങ്കിലും അവരുടെ കുഴികൾ അവർക്ക് വേണ്ടി കുഴിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടാൻ, ലോകാരൂപിയാൽ നയിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെ പ്രത്യേകം പരിപാലിക്കണമേ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മരിയൻ കവനൻറ്റ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് സബ്ജക്റ്റ്. മരിയൻ കവനൻറ്റ് ഫയറാകണത്, മരിയൻ ഉടമ്പടി ഫയറാകുന്നത് മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ഒന്നാമത്തത് എന്താണ്? ലൂക്ക 1:46 എന്താണ് ലൂക്ക 1:44 പറയണത്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതാ പ്രശ്നം. ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? മഹത്വത്തിന് സമയം വരുമ്പോൾ ഓടിക്കളയരുത്. എങ്ങനെ ഓടിയാലും തിരിച്ചു വരേണ്ടി വരും. അതാണ് കാര്യം. ദൈവത്തിനല്ലേ പറ്റിച്ചിരിക്കണേ. അപ്പോൾ ആദ്യമേ തന്നെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറയുക. മരിയൻ ഉടമ്പടി ഫയറാകണത് അങ്ങനെയാണ്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയുക, ഈശോ ഞാൻ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. എവിടെയെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.
അപ്പോൾ സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യമാണ്, നേഴ്സാണ്, ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പോൾ സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയണത് അവർ ഇത്തിരി സീനിയർ ആയതിന് അവർക്ക് വിദേശ ജോലി കിട്ടണില്ല. അതിൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾഡ് ഏജ് ഹോംസ് എല്ലാം സന്ദർശിക്കുമ്പോൾ അവർക്ക് അവിടെ കൂടി ഇരുന്ന് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ഒക്കെ. ഇപ്പോൾ ഈ ഉടമ്പടി വന്നതോടുകൂടി ലോകം മുഴുവനും മാറുകയാണ് ശരിക്കും. സത്യസന്ധമായിട്ട് ഉടമ്പടി എടുത്തവർ. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരീക്ഷക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ആരാണ് ഉടമ്പടി എടുത്തത്? അമ്മയാണെന്ന് പറയും. അമ്മ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കണ സംഭവമല്ല ഉടമ്പടി. കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടിയാണ്. അതാണ് ദൈവം ഹോണർ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഉടമ്പടി സത്യസന്ധമായിട്ട് എടുത്ത് ആദ്യം തന്നെ മരിയൻ കൃപയിലേക്ക് വന്നില്ലേ? ഇപ്പോൾ മരിയൻ കൃപയുടെ എന്തുകൊണ്ടാണ് ഉടമ്പടി ഫയർ ആകുന്ന രണ്ടാമത്തെ പൊസിഷൻ എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ ആനന്ദം എന്ന് പറയണത് ജോലി കിട്ടുന്നതിലല്ല ഇരിക്കണത്, IELTS പാസ്സാകുന്നതിലല്ല ഇരിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആനന്ദം ഇരിക്കണം. ഉടമ്പടിയുടെ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം ഇരിക്കണത് IELTS പാസ്സാകുന്നതിലും ജോലി കിട്ടുന്നതിലും വസ്തു വിൽക്കുന്നതിനുമല്ല. അതിന് സന്തോഷമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമാണ്. അതിൻ്റെ തന്നെ രക്ഷകനായ ദൈവത്തിലാണ്. അതായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കും. കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അവസരമല്ല, ക്ലേശങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാണ്. അതാണ് സന്തോഷത്തിൻ്റെ, ആധ്യാത്മിക സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. നടപടി 5:41. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അപ്പോസ്തല പ്രവർത്തനം 5:41. അവരാകട്ടെ ഏറ്റു പറഞ്ഞ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പോസ്തലന്മാർ യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ അടി കിട്ടിയപ്പോൾ ഉണ്ടായ വചനമാണിത്. എന്താണ്? അവർക്ക് സന്തോഷവും ഉണ്ടായത്, അല്ല സങ്കടവും അപമാനവും എന്നല്ല ഉണ്ടായത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി ഇപ്പോൾ പത്രം കൊടുക്കുമ്പോഴായാലും ശരി, ഇപ്പോൾ ഈ സിന്ധുമോൾ എന്താ ചെയ്തിരിക്കണത്? അവർ എല്ലാ അതിരാലയങ്ങളും അവിടെ ഉടുപ്പലക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വാരി കൊടുക്കും കൊണ്ടുവന്ന. അപ്പോൾ എന്താ ചെയ്യുമ്പോൾ അവർ ഭയങ്കര പ്രായമുള്ള 90, 50, 80 വയസ്സുള്ളവർ വന്നിട്ട് ഈ നേഴ്സിനോട് പറയും, എൻ്റെ നഖം ഒന്ന് വെട്ടി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ നഖത്തിലൊക്കെ മുഴുവൻ അഴുക്കൊക്കെ കയറിയിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് അറപ്പായിരിക്കും. പക്ഷേ അത് വെട്ടിക്കൊടുത്തപ്പോൾ ഒരു സന്തോഷം. അതെന്ത് സന്തോഷമാണ്? ആത്മസന്തോഷമാണ്. രക്ഷകനായ ദൈവത്തിൻ്റെ ആനന്ദമാണത്. ഒരു 10 അമ്മച്ചിമാരുടെ നഖം വെട്ടിക്കൊടുത്തപ്പോൾ ആത്മാവിനൊരു സന്തോഷം. ആ സന്തോഷമാണ് ഈ മരിയ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ലൂക്ക 1:46 പറയണത്. എൻ്റെ അന്തരംഗം പറഞ്ഞേ, എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഇതാണ് മരിയ സ്പിരിച്വാലിറ്റി. ഇതിലാണ് ഉടമ്പടി ഫയർ ആകുന്നത്. അപ്പം നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവർത്തിക്കാൻ വേണ്ടി ആർക്കും പ്രവർത്തിക്കാൻ പറ്റും, പക്ഷേ സ്പിരിറ്റ് മരിയ സ്പിരിറ്റ് ആയിരിക്കണം. മരിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? രക്ഷകനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ സന്തോഷം എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ. രക്ഷകനായ ദൈവം ആരാണ്? ഈശോയാണ്. ഈശോയിലാണ് ആനന്ദിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലേശം അനുഭവിക്കുമ്പോഴും അതിനുവേണ്ടി നിങ്ങൾ ഉപവിപ്രവർത്തനങ്ങളും അതുപോലെ രോഗീ പരിചരണങ്ങളിലും അതുപോലെ നിങ്ങൾ ക്ലേശം അനുഭവിക്കുമ്പോഴും ആത്മാവിൽ ആനന്ദം അനുഭവിച്ചാൽ നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് കൈയിട്ടിച്ച് കർത്താവിനെ സന്തോഷിച്ചുകൊണ്ട് മുന്നേറുവാൻ, ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിച്ച് ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരിക്കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിൻ്റെ തേജസ്
വേണം വെളിച്ചമായി ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാവായി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാവായി കൊണ്ട് നിറയ്ക്കണമേ. ഇനി മരിയ സ്പിരിച്വാലിറ്റിയുടെ അടുത്ത ഘടകം, ഉടമ്പടി ഫയർ ആകുന്ന അടുത്ത ഘടകം നോക്കാം. ലുക്ക 1:47, 48, 49. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 1:48. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം, ബൈബിളിലെ അനുഗ്രഹത്തിന് ഭാഗ്യമെന്നും ഭാഗ്യത്തിന് അനുഗ്രഹമെന്നും പറയും. ഈ അനുഗ്രഹം വരുന്ന വഴികൾ എന്താണ്? അത് മരിയൻ വഴികളാണ് ശരിക്കും. ആ മരിയൻ വഴികൾ എന്താണ്? ലുക്ക 1:47 ഒന്നിന് വായിച്ചേ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഒന്ന് പറഞ്ഞ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവം പ്രസാദകരമായിട്ട് കടാക്ഷിക്കണേ എങ്ങനെയാണ്? എന്താണത്? താഴ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചോദിക്കണത്, നിങ്ങൾക്ക് ആസ്തിയുണ്ടോ എന്ന് ചോദിക്കണത്. ഇപ്പല്ലേ ലൂക്കാന്റെ സുവിശേഷം 14:29 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 14:28-29. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അതാണ് വിഷയം. അതായത് ഗോപുരം പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അതിൻ്റെ അടങ്കലം സം ടോട്ടല് എത്ര വരും, അതിനുള്ള ആസ്തി തനിക്കുണ്ടോ എന്ന് ആദ്യമേ തന്നെ നമ്മൾ കൂട്ടി നോക്കണം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടി പൂർത്തിയാക്കാനുള്ള ആസ്തി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അല്ല ഭാര്യയെ കൊണ്ട് എടുപ്പിച്ചോളാം, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാം, കുരങ്ങനെ കൊണ്ട് ചൂട് പായസം വാരിക്കാമെന്ന് പറഞ്ഞ് ആരും മസിൽ പിടിച്ച് കൈയും കെട്ട് നിന്ന സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് പറയുകയാണ്. നിങ്ങളിങ്ങനെ എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരോടല്ല. കുടുംബത്തിൽ ഉടുപ്പ് അലക്കണതും തേപ്പിക്കണതും ഒക്കെ എല്ലാം ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരവർക്ക് നിങ്ങൾ ഉടമ്പടിയും ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കെട്ടിയ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, പിന്നെ കൈ പൊങ്ങത്തില്ല. കാര്യം എന്താ? ദൈവത്തിനായിട്ട് നിങ്ങൾ പണി കൊടുക്കണമെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് ആസ്തി ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾക്കതിൻ്റെ അകത്ത് കക്ഷിയാണോ എന്ന് നോക്കണം. ആദ്യം നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ജോലിയുണ്ടോ, നിങ്ങളുടെ വിവാഹമുണ്ടോ, നിങ്ങളുടെ പരീക്ഷ ഉണ്ടോ, അതിൻ്റെ അകത്ത് ഈ ഉടമ്പടി ഉണ്ടെങ്കിൽ എൻ്റെ മകനെ എൻ്റെ മകളെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ആയിരിക്കണം. അല്ലാതെ അമ്മയെക്കൊണ്ട് ഉടമ്പടി ഒപ്പിച്ചിട്ട് ഐഡസ് പാസ്സാക്കാമെന്ന് വിചാരിക്കരുത്. വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അതല്ല പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, വർക്കൗട്ട് ജയിച്ചോ തോറ്റോ, ജോലി കിട്ടിയോ ഇല്ലയോ, ഇതൊന്നും ബൈബിളിൽ പ്രസക്തമുള്ള കാര്യമല്ല. ജയിച്ചോ തോറ്റോ അതെങ്കിൽ ഇപ്പം കാര്യം തോറ്റവനും ദൈവം ഇവിടെ ജീവിപ്പിക്കണില്ലേ? അങ്ങനെ ദൈവം അപ്പം ജയിച്ചോ തോറ്റോ കിട്ടിയോ ഇല്ലയോ ഇതൊന്നും ബൈബിളിൽ വിഷയമല്ല. എന്താ വിഷയമെന്ന് ബൈബിൾ എന്ന് വെച്ചാൽ, നിങ്ങളെ എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്ന അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. IELTS പാസ്സായി, നിങ്ങൾക്ക് കാണ്ടാമൃഗത്തിൻ്റെ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾക്ക് കാനഡയിലോ ഇംഗ്ലണ്ടിലോ എവിടെയും ജോലി കിട്ടിയോ? അതിന് പറ്റിയ സാധനമാണ്. നിങ്ങളെപ്പോലെ ഇരയെ തിരക്കി നടക്കിയിരുന്നത്. ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് വെള്ളമടിച്ച് വിലസാമിന് നടക്കുന്ന ആണുങ്ങളില്ലേ? ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് അവളുടെ ചിലവ് ജീവിതകാലം മുഴുവൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞ് വെള്ളമടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ? തിരക്കിടപ്പുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, നേഴ്സുമാർ വല്ല അച്ഛൻ്റെ ഭാഗത്തുണ്ടാകുന്നു. എനിക്കറിയാം ഇവൻ ലോകം വെള്ളമടിക്കാരനാണെന്ന്. അപ്പം ഞാൻ എന്താ, അറബ് മൃഗത്തെ തിരക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, കൊണ്ടുവന്ന് അവിടെ ഇറച്ചിപ്പര കെട്ടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒന്ന് IELTS പാസ്സായ ദൈവത്തെ പറ്റിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നിത്യമായിട്ട് പറ്റിച്ചെന്ന് വിചാരിക്കരുത്. കാര്യം ഇതിൻ്റെ അവസാനമാണ് പ്രശ്നം. എൻ്റെ പാർട്ട് 14 കഥ ട്രാജഡിയാവും. ഇപ്പം കോമഡിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണേ. പല ആൾക്കാരും 7 റീൽസൊക്കെ ഓടുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് റീൽസ് 14 ഓടണ്ടേ? 70ാമത്തെ വയസ്സ് വരെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറയണത്. അതുകൊണ്ട് ആദ്യമേ ദൈവത്തെ പറ്റിപ്പ് നിർത്തുക. ആദ്യമേ തന്നെ ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുക്കുക. അത് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് നേരത്തെ വന്നപ്പോൾ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? സീസണ് കൊടുക്കാനുള്ള സീസൺ കൊടുക്കുക, ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുക്കുക. അത് മഹത്വമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കണം.
അപ്പം നമ്മൾ സാക്ഷ്യം പറയാതിരിക്കരുത്. തന്നെയല്ല, അമ്മയെക്കൊണ്ട്, അപ്പനെക്കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, മക്കളെ കൊണ്ടൊക്കെ നിങ്ങൾ ഉടമ്പടി ഇടിച്ചിട്ട് അതിൻ്റെ ആസ്തി നിങ്ങളെ വകമാറ്റാവുന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് സാക്ഷ്യം എടുക്കാൻ പോണത്, ഉടമ്പടി എടുക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം, നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങൾ നടപ്പിൽ വരുത്തണം. മനുഷ്യനെ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ശത്രു ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവ്വായ്ക്കുണ്ടായി, ആദത്തിനുണ്ടായ മനുഷ്യൻ്റെ നേച്ചറിലുള്ള സംഭവം എന്താണ്? അഹങ്കാരമാണ് ആദ്യം ഉണ്ടായിരുന്നത്, അല്ലേ? അത് തന്നെയാണ് ബാബേൽ ഗോപുരം പണിതപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നത് എന്താണ്? നമ്മുടെ നേച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെ ടോർപ്പഡോ ചെയ്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ഓരോ അഭ്യാസങ്ങൾ വരുന്നത്. അതിലൊന്നാണ് കർത്താവിനെ അറിയാത്ത അറിയിക്കാനും അറിഞ്ഞൊരു ആഴപ്പെടുത്താനും പത്രം കൊണ്ടുനടന്ന് കൊടുക്കുക. പള്ളി വെച്ചിട്ട് ഓടാൻ പറ്റത്തില്ല, പെങ്ങളെ കൊണ്ടും അമ്മയെ കൊണ്ടും കുടിപ്പിക്കാൻ പറ്റത്തില്ല. ആരാണ് ഉടമ്പടി എടുത്തത് അവൻ തന്നെ കൊടുക്കണം. കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ആൾക്കാരെ വാടകയ്ക്കെടുത്ത് ഉടമ്പടി എടുക്കുന്നത്. ദൈവത്തിന് അറിയാം, ഓർഡർ അമ്മാവ ആളറിയും. ദൈവത്തിന് അറിയാമല്ല, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഭാര്യയെ കൊണ്ടോ പെങ്ങളെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ഉടമ്പടി എടുപ്പിക്കണത്. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ വരുമല്ലോ ആൾക്കാർ. ആരാ വരുന്നത്? ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ജഡ്ജി എത്ര വയസ്സുണ്ട്? എനിക്ക് 67. നിങ്ങളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് ആരാണ്? ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ എടുപ്പിച്ചതാണ്. കരഞ്ഞു പറയുമ്പോൾ ഒരാൾക്ക് എടുപ്പിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാവോ? ഇവർ ഉടമ്പടി ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ എഴുതിയിടുകയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഉടമ്പടി ഇത്രയും മോളിക്കൊണ്ട് വെച്ചിരിക്കുന്നത്? ആവതുള്ള മാത്രം കയറിയാൽ മതി എന്നതിൻ്റെ അർത്ഥം. ഇത് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുക്കുക. രോഗികളൊക്കെ പോയി കാണുക. നിങ്ങൾ ഇത് കയറാൻ പറ്റാത്ത ആൾക്കാർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, അവരെ കുളിപ്പിക്കുക, തറവാട്ടിൽ പോവുക, അവരെ കുളിപ്പിക്കുക, വസ്ത്രം കൊടുക്കുക, ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ചെയ്യാനാവുന്ന സന്മനസ്സോ ഉള്ള ആൾക്കാർ ചെയ്ത ഉടമ്പടിയുടെ വിഷയം നേച്ചർ അതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും വകുപ്പിൽ അവർ ഉടമ്പടി എടുക്കുമ്പോൾ എംബ്രാൻ്റെ വെട്ടത്ത് വാരുടെ അത്താഴം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അത്താഴത്തിൽ പലതരത്തിലുള്ള ഈ സാധനങ്ങൾ വന്ന് വീഴും. അറിയാവില്ല, കണ്ടവൻ്റെ വെളിച്ചത്തിലല്ലേ സംഭവം ചെയ്യണത്. അതുകൊണ്ട് ഈ ഇടത്ത് ചുറ്റി നടക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ വന്ന് ഇതിനകത്ത് വീഴും, അത്താഴത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ തീരുമാനിക്കുന്നത് ഉടമ്പടിയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാവും തീരുമാനിച്ചുകൊണ്ട് ഉടമ്പടിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സാക്ഷ്യം പറയുവാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോകേണ്ട വഴി എന്നെ കാണിക്കണേ, നിൻഹിതം പോലെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. സൂസൻ ഡിസിൽവയുടെ സാക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. സൂസൻ ഡിസിൽവ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് സാക്ഷ്യം പറഞ്ഞത്. അവരെന്നാ ഉടമ്പടി എടുത്തിരിക്കുന്നത്? ജനുവരി 19. ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി 19 അല്ലേ? അപ്പോൾ ഒരു മാസം. അതിനുള്ളിൽ തന്നെ അവിടെ രോഗം ഓപ്പറേഷൻ പോലും ഇല്ലാതെ മരുന്ന് പോലും കഴിയൊക്കെ അമ്മ മാറ്റിക്കൊടുത്ത്. പിന്നെ എന്താ സംഭവിച്ചിരിക്കണം അവർക്ക്? പിന്നെ അവരുടെ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒന്നൊന്നായിട്ട് അവർ പറയുന്നുണ്ട്. 6 വിഷയം പറഞ്ഞ് 6-7 കാര്യം അമ്മ ചെയ്തിട്ടുണ്ട്. അനിയത്തിക്ക് വീട് കിട്ടി. പിന്നെ അമ്മായിയമ്മയുടെ മുട്ടിൻ്റെ നീര് മാറി അവർ നന്നായിട്ട് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇപ്പോൾ എത്ര? മാർച്ച് എത്രയാണ്? മാർച്ച് 4. മാർച്ച് 19 ആയിട്ടില്ല, 60 ദിവസം തികഞ്ഞിട്ടില്ല. 50 ദിവസത്തിനുള്ളിലുള്ള 6 കാര്യത്തിന് 7 കാര്യവും നടത്തിക്കൊണ്ടാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയണത്. അതുകൊണ്ട് ഇവരുടെ സാക്ഷ്യം ഒന്ന് കേട്ടിട്ട്, ഇത് അച്ഛൻ്റെ ഈ ടോക്കും കൂടി കേട്ടിട്ട് നിങ്ങൾ ഉടമ്പടി നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് റീഷിഫ്റ്റ് ചെയ്യണം. രണ്ടാമത് പുനഃക്രമീകരിക്കണം. കാര്യം ഈ സ്പിരിറ്റ് നോക്കണം. ഉടമ്പടി മരിയൻ ഉടമ്പടി ഫയേഡ് ആൻഡ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തു. എളിമയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കത്തുള്ളൂ. രോഗികളെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ കൂടെ ഇരുന്ന് അവരെ കുളിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ കയ്യിലുള്ള പൈസ മറ്റവർക്ക് കൊടുക്കാനോ. ഇനി നിങ്ങൾ പഠിക്കാൻ കാശില്ലാത്തവരില്ലേ, ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അവർ വീട്ടിൽ നിന്ന് പഠിച്ചു, IELTS പോയി തോറ്റു, പിന്നെയും അപ്പോൾ അവിടെ പോയി ട്യൂട്ടോറിൽ പോയി പഠിച്ചിട്ടും പിന്നെയും തോറ്റെങ്കിൽ പിന്നെ ആരെങ്കിലും പഠിപ്പിക്കണ്ടേ? ഇനിയും 35,000 രൂപ മുടക്കി അവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അത് പൈസ മുടക്കി അവർക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ അത് കാരുണ്യപ്രവൃത്തി ഉള്ളവരാണ്. അറിവില്ലാത്തവർ പഠിപ്പിക്കുക എന്നുള്ളത് കാരുണ്യപ്രവൃത്തിയിലുള്ളതാണ്. അല്ല രോഗികളെ കാണുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ട്യൂഷൻ എടുത്താൽ പോലും ഉടമ്പടിയുടെ ഭാഗമാണത്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളത്
കാരുണ്യത്തെ എന്തിനു പറയുക? നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട്. അയൽവാസിയല്ലേ, കൂട്ടുകാരത്തിയല്ലേ, നമുക്കൊരു കൂട്ടുകാരത്തിനെ കിട്ടുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജഡികമായ ചിന്തയിലാണ് ചെയ്യണത്. അല്ല, അങ്ങനെയല്ലേ. ഏത് ജാതിക്കാരായാലും നമ്മൾ അവരൊന്ന് സഹായിക്കണം, പഠിപ്പിക്കാൻ. അവർക്ക് പഠിക്കാനുള്ള നിർവാഹം ഇല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കാഴ്ചവെച്ചാൽ മതി. കർത്താവേ, എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം, അറിവില്ലാത്തവരെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ മാത്സ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കും, അവരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കും. അവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്കത് നിലനിൽക്കാൻ പറ്റും. രോഗികളെ തന്നെ കണ്ടിട്ട് അങ്ങനെ ഓപ്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തി ഉള്ളതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുവാൻ. കർത്താവ് പറഞ്ഞതാണ്, അവൻ പറഞ്ഞതാണത്. എന്താ അവൻ പറഞ്ഞത്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ ജനതകളെയും പഠിപ്പിക്കുക. അതാണ് വിഷയം. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ ചില ആൾക്കാർ ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അത് പഠിപ്പിക്കല. മാതാവ് സാക്ഷ്യം പറയാൻ പറഞ്ഞില്ലേ, ഞാൻ മാതാവിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്താ കാര്യം? അത് പഠിപ്പിക്കലാണ്. അത് കാരുണ്യപ്രവർത്തിയുടെ ഒരു ഭാഗമാണ്. അറിയില്ലാത്തവരെ പഠിപ്പിക്കുക. എഴുന്നേൽക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവസ്നേഹത്തോടെ കൽപ്പനകൾ പാലിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, ഈ പ്രാർത്ഥനാ സമയങ്ങളിൽ രോഗമുള്ള ശരീരഭാഗങ്ങളിലെ കൈകൾ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്പോണ്ടലോസിസ്, തൈറോയിഡൊക്കെ ഉള്ളവർ കഴുത്തിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. PCOD, പിസ്റ്റുല ഉള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവരും അടിവയറ്റിൽ കൈവച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. കിഡ്നി അസുഖമുള്ളവരും നടുവേദനക്കാരും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണിൻ്റെ കാഴ്ച, ചെവിയുടെ കേൾവി, അതുപോലെ തന്നെ ശിരസ്സിൽ വരുന്ന രോഗങ്ങൾ, തലവേദനകളുള്ളവർ നെറ്റിയിൽ കൈവച്ച പ്രാർത്ഥിക്കേണ്ടത്. ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ എല്ലാം നെഞ്ചിൽ കൈവച്ച പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയരോഗികളെ കൂടെ കരൾ രോഗികളും പാങ്ക്രിയാസ് രോഗികളും എല്ലാം നെഞ്ചിൻ്റെ പൊട്ടിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. സർവാംഗ രോഗികളെ സ്വസ്തിക പോലെ ശരീരം കൈകൊണ്ട് പൊതിഞ്ഞ് മൊത്തം ദൈവത്തിന് ശരീരം സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത്. അച്ഛൻ പ്രാർത്ഥിക്കണം, വിശ്വാസപ്രമാണം ചെല്ലുകയും സ്തുതിക്കുകയും ചെയ്യുക. അടിപ്പുറ പോലെ വൈതാക്കാമ്പ ദൈവികമായ ശക്തി ആവശ്യിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു കർത്താവ്. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവ്. കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ്. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ്. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, ശിരസ് രോഗങ്ങൾ, കരണരോഗങ്ങൾ, നാസിക രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ. പരിശുദ്ധമ്മേ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസിൻ്റെ രോഗങ്ങളുള്ളവരെ, പിൻകഴുത്തിൽ അസുഖമുള്ളവരെ, മുഴയുള്ളവരെ, ക്യാൻസർ ഉള്ളവരെ, ചെവിക്ക് വേദനയുള്ളവരെ, ചെവിക്ക് പഴുപ്പ് വരുന്നവരെ, കണ്ണ് അടക്കാൻ പറ്റാത്തവരെ കർത്താവ്, മൂക്കിന് അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ കർത്താവ്. കണ്ണ് രോഗികൾ, കിഡ്നി രോഗികൾ കർത്താവ്, പാങ്ക്രിയാസ് അസുഖമുള്ളവർ, ഹൃദയ രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. അടഞ്ഞുപോയ വാൽവുകൾ കർത്താവിൻ്റെ കൃപയിൽ നാമത്തിൽ തുറന്നു വരട്ടെ. ഉദര രോഗികൾ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ, ഉദര രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപട്ടെ. ഉള്ളം കാലു മുതൽ ഉച്ചവരെ വാദ
രോഗികൾ, വ്യത്യസ്തമായ രോഗങ്ങൾ, ഇവിടെ പറഞ്ഞതും പറയാത്തമായ രോഗങ്ങളെ വേദനിക്കുന്ന മാരക രോഗികൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സാക്ഷികളായി സൗഖ്യത്തിലേക്ക് അനേകമേ സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവാനുഗ്രഹ പ്രാർത്ഥനയുടെ സമയമാണ്. ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വീടില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതിപ്പോയവർ, റിസൾട്ടിനെക്കുറിച്ച് ആശങ്കയുള്ളവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പ്രത്യേകിച്ച് ഇവിടെ പരീക്ഷയ്ക്ക് എഴുത്തിന് വേണ്ടി വന്നിട്ടുള്ളവർ, IELTS, MOH, HAD, അതുപോലെയുള്ള പ്രൊഫഷണൽ പരീക്ഷയും, പിന്നെ നമ്മുടെ പരീക്ഷ എഴുതിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോളേജിലും പരീക്ഷ നടക്കുന്ന സമയമാണ്. അങ്ങനെ അവിടെ മാതാപിതാക്കന്മാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരീക്ഷയുടെ വിഷയം ദൈവദേശത്തെ വെച്ചിട്ടുള്ളവരുണ്ട്. അവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട. ശ്രദ്ധിക്കട്ടെ. സഭയുടെ അധികാരത്തിൽ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജോലിയില്ലാത്തവര്, കർത്താവെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ, കർത്താവ് പരീക്ഷയിൽ കഴിഞ്ഞവർ, ഒതുങ്ങുന്നവർ, റീവാലുവേഷനിൽ കൊടുത്തിട്ടുള്ളവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, കർത്താവെ പലതരത്തിലുള്ള വേദന, ജോലി സംബന്ധമായ കുരുക്കുകൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ ജീവിത ദുരിതങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയോട് ചേർത്ത്, ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സാക്ഷികളാക്കി ഇറങ്ങുമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, വേറെ ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളുണ്ട്. കേസിലകപ്പെട്ടവർ, അവൻ്റെ കുടുംബത്തിന് തീരാ സങ്കടം ഉണ്ടാക്കുന്ന പ്രണയത്തിൽ കുടുങ്ങിപ്പോയവർ, മനഃപൂർവ്വം ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, പ്രാർത്ഥനയില്ലാത്ത യുവതി യുവാക്കന്മാർ, ജീവിത വരുമാന മാർഗമില്ലാത്തവർ, അത് മുട്ടിപ്പോയവർ, പലതരത്തിലുള്ള ബാങ്ക് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നവർ, പക്ഷെ അതിനെ അടക്കാനൊരു മാർഗം അവർ കാണാത്തവർ, വിവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, വിദേശ ജോലിയിൽ അവിടെ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ, കിട്ടാത്തവർ, വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ, നാട്ടിലായാലും വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ, സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ, നടക്കാത്തവർ, അന്യദേശങ്ങളിൽ സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ പൊറുക്കാൻ പറ്റാതെ വിറ്റുമാറാൻ ഉദ്ദേശിച്ചിട്ട് വിൽക്കാൻ പറ്റാത്തവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കിടപ്പ് രോഗികൾ, പലതരത്തിലുള്ള മയക്കുമരുന്നിന് അകപ്പെട്ടു പോയവർ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുമെല്ലാം തളിക്കപ്പെടാൻ വേണ്ടിയും, ശത്രുക്കൾ ചവിട്ടി പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വത്തുകൾ, നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥകൾ, കണ്ണീരോടെ കർത്താവിന് തിരിച്ച് അമ്മയുടെ മധ്യ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടേ നിൽക്കുക മക്കളെ. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്, അച്ഛനത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോഴും ഈശോയോട് പറയാം. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് മൗനമായി നിങ്ങളുടെ വിഷയം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോയോട് പറയാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം സാക്ഷ്യം പറയാൻ പറ്റും. അടയാളം കിട്ടണം മക്കളെ. അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മുട്ട നിൽക്കുക. ആശീർവാദം. ഈ ആരാധനയിലുടനീളം ഞങ്ങളെ വഴി നടത്തിയ, വചനങ്ങൾ നൽകിയ, വെളിപാടുകൾ നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും എത്രയും വേഗം ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.